നിങ്ങളുടെ മത്സരത്തിലൊരു പ്രത്യേകതയുള്ളത്, നിങ്ങൾ മത്സരിക്കുന്ന സമയത്ത് മാഞ്ചസ്റ്റർ സിറ്റിയും മറ്റേ ലിവർപൂളും തമ്മിൽ മത്സരിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനാ മെഷീനറി രംഗത്ത് രണ്ടുപേരും വളരെ മിടുക്കന്മാരാണ്. അടൂർ പ്രകാശിനെ നമുക്ക് വിലകുറച്ച് കാണാൻ പറ്റത്തില്ല, താങ്കളെ വിലകുറച്ച് കാണാൻ പറ്റത്തില്ല. മെഷീനറി ചലിപ്പിക്കാൻ ശേഷിയുള്ള രണ്ടുപേർ മത്സരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? അപ്പോൾ ഇത്തവണ മണ്ഡലത്തിലെ അനുകൂലമായ ഒരു സാഹചര്യം എന്തായിരിക്കും? മൊത്തം പൊതുവേ പറയുന്നൊരു രാഷ്ട്രീയം എന്തായിരിക്കും ഈ മണ്ഡലത്തിൽ? അല്ല, ഈ മണ്ഡലത്തിലെ നമ്മളെ പൊതു രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനപ്രതിനിധികൾ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ അവരുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച ഒരു പൊതു ചോദ്യത്തിന് ബന്ധപ്പെട്ട ആളുകൾ മറുപടി പറയേണ്ടി വരും. 5 വർഷത്തേക്ക് എന്നെ തിരഞ്ഞെടുത്താൽ ഞാൻ ജനങ്ങളോടൊപ്പം നിൽക്കണം, അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ അവരോടൊപ്പം ഉണ്ടാകണം. പക്ഷെ ആ ഒരു വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷം മണ്ഡലത്തിൽ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അടൂർ പ്രകാശ്. അതെ.